Hi friends, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അതായതാണ് റിയൽമിയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള റിയൽമി C53 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിയൽമി C53 ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10,000 രൂപ താഴെ പ്രൈസ് റേഞ്ചിനകത്ത് വാങ്ങിക്കാൻ പറ്റിയ ഒരു തിരക്കേടില്ലാത്തൊരു സ്മാർട്ട് ഫോണാണ് എന്ന് പറയുന്നത്. എന്താ പറയുക, 128GB സ്റ്റോറേജും അതുപോലെ 108MB ക്യാമറയും സോഫ്റ്റ്വെയർ ആണ്. എന്നാൽ കൂടി 108MB ക്യാമറയും അതുപോലെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ 90 ഹെർട്സ് റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. കുറച്ച് വലിയ ഫോണാണ്, അത്യാവശ്യം കയ്യിൽ പിടിക്കുമ്പോൾ നല്ല ക്വാളിറ്റിക്കുള്ളൊരു ഫോണായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ റിയൽമിയുടെ ഫോണാണ്, ഒരു 2-3 കൊല്ലത്തേക്ക് അടിച്ചു പൊളിച്ച് ഉപയോഗിക്കാൻ പറ്റും. വലിയ മദർ ബോർഡ് ഇഷ്യൂസ് ഒന്നും അല്ലെങ്കിൽ അടിച്ചു പോകുന്ന കംപ്ലൈൻറ്റുകളൊന്നും വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ കംപ്ലൈൻ്റ് ആയത് തന്നെ എക്സ്പെൻസും കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു 10,000 രൂപ താഴെ പ്രൈസ് റേഞ്ചിനകത്ത് കിട്ടാവുന്ന ഒരു 4G ഫോണാണ്. 5G ഒന്നല്ല കേട്ടോ, 4G ഫോണാണ് എന്ന രീതിയിൽ കുഴപ്പമില്ലാത്തൊരു ഫോണാണ് എന്ന് പറയുന്നത്. പിന്നെ 10,000 രൂപ അണ്ടർ 10K കാര്യമായിട്ടുള്ള കോമ്പറ്റീഷനൊന്നും വരുന്നില്ല. അപ്പോൾ അത് കോമ്പറ്റീറ്റീവ് മോഡൽ വെച്ച് നോക്കുമ്പോൾ തിരക്കേറില്ലാത്തൊരു ഫോണാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫോണിൻ്റെ അൺബോക്സിങ് ചെയ്തിട്ട് ഈ ഫോണിൻ്റെ കൂടെ എന്തൊക്കെ കിട്ടുന്നുണ്ട്, ഈ ഫോണിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ നോക്കി നമുക്ക് തീരുമാനിക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് തീരുമാനിക്കാം ഈ ഫോൺ എടുക്കുന്നത് വെർത്താണോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അൺബോക്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സ് ഇത്തരത്തിൽ നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ബോക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ബോക്സിനകത്ത് ഒരു ബാക്ക് പൗച്ച് ഉണ്ട്, ട്രാൻസ്പാരൻ്റ് അല്ല, ഒരു കുറച്ച് ഡാർക്ക് കളർ ആയിട്ടുള്ള ഒരു ബാക്ക് കേസ് കിട്ടുന്നുണ്ട്. പിന്നെ യൂസർ മാനുവൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതാണ് സ്മാർട്ട് ഫോൺ. ഫോണിൻ്റെ ബോക്സിനകത്ത് ഒരു 18 വാട്ടിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്ററും ഒരു ടൈപ്പ് A to C ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ചാർജറും ബാക്ക് പൗച്ചും ഒക്കെ നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ഈ ഫോൺ പുറത്തിറക്കുമ്പോൾ ഇതാണ് റിയൽമി C53 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈൻ വൈസ് അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ടെന്ന് പറയാം. ഒരു ആപ്പിൾ ഐഫോണിനൊക്കെ കോപ്പി അടിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈനൊക്കെ കൊടുക്കുന്നത്. ഈ ഒരു ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഐഫോൺ ആണ് എന്നൊന്നും ആർക്കും തോന്നില്ല. ഈ ഒരു ക്യാമറ ഡിസൈൻ മാത്രമേ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. കാരണം ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇത് ഐഫോൺ അല്ല എന്ന് കണ്ടാൽ തന്നെ അറിയാം. അതുപോലെയാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ടുള്ളത്. ഇതാണ് പ്രൈമറി ക്യാമറ, 108 MP ക്യാമറ എന്ന് പറയുന്നത്. പിന്നെ ഒരു സെക്കൻഡറി ക്യാമറ, ഇവിടെ ഫ്ലാഷ് ലൈറ്റ് വരുന്നത്. ഇതിനകത്ത് ക്യാമറ ഒന്നുമില്ല, ഫ്ലാഷ് ലൈറ്റ് എന്ന് പറയാനുള്ളത്. പിന്നെ ഈ പറയുന്ന ഈ ക്യാമറയുടെ ഭാഗം വളരെ വലുതായിട്ട് നല്ല രീതിയിൽ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് കേസ് ഒന്നും ഇടാണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പറയാണ് ഇതിൻ്റെ ഈ ക്യാമറ ലെൻസ് പൊട്ടാനോ അല്ലെങ്കിൽ സ്ക്രാച്ച് വരാനോ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്നിൽ കമ്പനി പൗച്ചിടുക, അല്ലെങ്കിൽ ഈ ഒരു ക്യാമറയ്ക്ക് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലുള്ള ബാക്ക് കേസ് ഇടുക കേട്ടോ. കാരണം നല്ല രീതിയിൽ പുറത്തേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. ഡിസൈൻ്റെ ഭാഗത്ത് പറയാനുള്ളത്, അടിഭാഗത്ത് ഇതുപോലെ മാറ്റ് ഫിനിഷും മുകൾ ഭാഗത്ത് ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. ഗ്ലോസി ഫിനിഷുള്ള ഈ മുകൾ ഭാഗത്ത് നല്ല രീതിയിൽ ഫിംഗർ പ്രിൻറ്റുകളും അഴുക്കുകളും ഒക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ സ്ക്രാച്ച് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ പരമാവധി അടിഭാഗത്തൊക്കെ ഉപയോഗിക്കുക, മുകൾ ഭാഗത്തൊക്കെ ഇടയ്ക്ക് ക്ലീൻ ആക്കുക. ബാക്ക് പോച്ച് ഇട്ടാലും മറ്റേ കുത്തു പോലുള്ള ഫംഗസ് ഒക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്രാച്ച് ആവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല തുടച്ച് വൃത്തിയാക്കി ഉപയോഗിക്കുക ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഡയമെൻഷൻ നോക്കുമ്പോൾ, പിന്നെ വെയിറ്റ് ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഫോൺ തന്നെയാണ്. കുറച്ച് വലിയ ഫോണാണ് എൻ്റെ കയ്യിനകത്തൊക്കെ നോക്കുമ്പോൾ. കാരണം അത്യാവശ്യം വലിയ ഫോൺ തന്നെയാണ് എന്ന് പറയുന്നത്, ബിഗ്ഗർ സൈസ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ താഴെ റിയൽമിയുടെ ലോഗോയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. സൈഡ് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ഫ്രെയിമാണ് വരുന്നത്. ഇവിടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വിത്ത് പവർ ബട്ടൺ കൊടുക്കുന്നുണ്ട്. അതുപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ വരുന്നുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ സ്പീക്കർ ഗ്രില്ലുകൾ വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിങ് പോർട്ട്, മൈക്രോഫോണിൻ്റെ ഹോള്, 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ഈ ഒരു സൈഡ് ക്ലീൻ ആണ്. ഇവിടെ ഒരു സിം കാർഡ് ഹോൾഡർ മാത്രം വരുന്നത്. 2 സിം കാർഡ് മെമ്മറിയുടെ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം. സെക്കൻഡ് നോയ്സ് ക്യാൻസലേഷൻ മൈക്കോ അങ്ങനെ ഒന്നും ഇവിടെ കാണാനില്ല കേട്ടോ. അപ്പോൾ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഈ ഒരു 10,000 രൂപ താഴെ പ്രൈസ് റേഞ്ചിനകത്തുള്ള ഫോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഫോൺ തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. ഈ പറയുന്ന ഐഫോണിൻ്റെ ഡിസൈൻ തന്നെ അങ്ങനെ തന്നെ കോപ്പി അടിക്കേണ്ടിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇത് പറഞ്ഞ് ഒരു കളഞ്ഞ് ഇവിടെ ഉള്ളിൽ വെച്ചാലും ഭംഗി ഉണ്ടായാനെ. ഇത് ഒരുമാതിരി എനിക്കിഷ്ടമായില്ല. എന്തായാലും കുഴപ്പമില്ല, കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആവറേജ് ലുക്കുള്ള ഫോണാണെന്ന് തോന്നുന്നുണ്ട്. ഡിസൈൻ വൈസ് നല്ലതാണ്. പിന്നെ കയ്യിൽ പിടിക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫോണിന് വേണ്ട ഒരു തോന്നുന്നുണ്ട്. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ചാത്ത ഫോണല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഫോൺ ഓപ്പൺ ചെയ്ത് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. ഞാൻ ഈ ഫോൺ ഓൾറെഡി ഓപ്പണൊക്കെ ചെയ്ത് കുറച്ച് നേരമൊക്കെ ഉപയോഗിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു റിയൽമി C53 സ്മാർട്ട് ഫോൺ ഓണായി വരുമ്പോൾ ഇതിന് കാണുന്ന ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ്. ഞാൻ ഫുൾ ഇട്ടിട്ടില്ല, വളരെ കുറച്ചിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ്സും ഒക്കെയുള്ള ഒരു സ്ക്രീൻ തന്നെ വരുന്നത്. 600 നിറ്റ്സാണ് ബ്രൈറ്റ്നസ് വരുന്നത്. ഡിസ്പ്ലേ ഫുൾ HD ഇല്ല കേട്ടോ, വെറും HD റെസൊല്യൂഷനാണ് വരുന്നത്. അത് ഫുൾ HD കൊടുത്തിട്ടില്ല ഒന്നുകൂടെ നന്നായനെ. കാരണം ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വരുന്ന ഫോണുകളാണ് ഇപ്പോൾ മിക്കകളും വരുന്നത്. പിന്നെ നമുക്ക് 90 ഹെർട്സ് റിഫ്രഷ് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നല്ല സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല രസമുണ്ട്, മൊത്തത്തിൽ ഡിസ്പ്ലേ കാണാൻ നല്ല രസമുണ്ട്. മുകളിൽ നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്, വാട്ടർ ടോപ്പ് നോച്ചാണ്. പക്ഷേ ഇത് വളരെ ചെറിയ നോച്ച്. സാധാരണ LCD ഡിസ്പ്ലേകളുടെ നോച്ച് കുറച്ച് വലുതാവാറുണ്ട്. ഈ AMOLED ഡിസ്പ്ലേകൾക്കൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു വാട്ടർ ടോപ്പ് നോച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതെന്തായാലും നന്നായിട്ടുണ്ട്, കുഴപ്പമില്ലാന്ന് തോന്നി. സൈഡിലൊക്കെ വളരെ നൈസാണ്. അടിഭാഗത്ത് അത്യാവശ്യം ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ചിഹ്നമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഡിസ്പ്ലേയുടെ ഭാഗത്ത് നോക്കുമ്പോൾ
കുഴപ്പമില്ല, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഡിസ്പ്ലേ HD റെസൊല്യൂഷൻ മാത്രമല്ല, HD പ്ലസ് റെസൊല്യൂഷൻ മാത്രമല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഫോണിനകത്ത് അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആപ്പുകൾ ഉണ്ടോ നോക്കി 1 2 3 4 5 6 7 8 ഒരു 8-10 ആപ്പ് ഇതിനകത്ത് എക്സ്ട്രാ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ അമർത്തി പിടിച്ചിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഡിസ്പ്ലേ ഭാഗത്ത് കുഴപ്പമില്ല, പിന്നെ ഡിസൈനിങ് നന്നായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അതിൻ്റെ സെറ്റിങ്സിനകത്ത് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. സെറ്റിങ്സ് എടുത്തു. ഇവിടെ നമുക്ക് അബൌട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ മൊബൈലിൻ്റെ ഫോൺ നെയിം Realme C53 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ആൻഡ്രോയിഡ് വെർഷൻ 13 വരുന്ന ഒരു ഫോണാണ്. പുതിയ സോഫ്റ്റ്വെയർ തന്നെയാണ് വരുന്നത്. Realme UI വെർഷൻ 3.0 ആണ് വരുന്നത്. അതുപോലെ തന്നെ 4GB RAM ആണ് വരുന്നത്. 4+4GB RAM എക്സ്ട്രാ റാം, മറ്റേ വെർച്വൽ റാം പോലുള്ള പരിപാടികളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ശരിക്കും ഫോൺ 4GB RAM ആണ് വരുന്നത്. പിന്നെ സ്റ്റോറേജ് 128GB ഉണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഒരു അണ്ടർ 10K പ്രൈസ് റേഞ്ചിനകത്ത് 128GB എന്നുള്ളത് നല്ലൊരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മോഡൽ നെയിം RMX 3762 എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പറയുന്ന ഈ അബൌട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒരു നിയർലി ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന പോലെയുള്ള സെറ്റിങ്സ് ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതൊരു ഗോ എഡിഷൻ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന പോലെ. അതായത് നമ്മൾ സാധാരണ ഡേ ടു ഡേ ആക്ടിവിറ്റികൾ, ജസ്റ്റ് വാട്സപ്പ് യൂസ് ചെയ്യുക, ഫേസ്ബുക്ക് യൂസ് ചെയ്യുക, നമ്മുടെ സാധാരണ കാര്യങ്ങൾ, സിനിമ കാണുക, അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഈ ഫോൺ ഓക്കെയാണ്. ഗെയിം കളിക്കാനൊന്നും ഈ ഫോൺ ഒന്നിനും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. നമ്മൾ സാധാരണ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ കളിക്കാന്നല്ലാണ്ട് മെയിൻ യൂസിങ് ഗെയിമിംഗ് എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് യൂണിവേഴ്സോക്കിൻ്റെ ഒരു പ്രൊസസ്സർ വരുന്നത് വലിയ കാര്യമായിട്ടുള്ള പ്രൊസസ്സറൊന്നുമല്ല. എന്നാൽ കൂടി സാധാരണ ഡേ ടു ഡേ ആക്ടിവിറ്റികൾക്കൊക്കെ ഈ ഫോൺ എന്താ പറയുക ഓക്കെയാണ്. ഈ ഫോണിനകത്ത് ഗാലറി ഒന്നും കാണാനില്ല കേട്ടോ. ഇതിപ്പോൾ ഒരു ഗോ എഡിഷൻ ഫോൺ പോലെ തന്നെയാണ്, കാരണം ഗൂഗിളിൻ്റെ ഗാലറിക്കാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നോക്കുമ്പോൾ ഈ ഫോൺ അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉണ്ട്. യൂസ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലാഗോ ഒന്നുമില്ല. സെറ്റിങ്സ് ഒക്കെ എടുക്കുമ്പോൾ വേഗം തന്നെ വരുന്നുണ്ട്. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കണമൊന്നുമില്ല. അപ്പോൾ പിന്നെ കോൾ റെക്കോർഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഫോണകത്ത് വരുന്നില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ക്യാമറയ്ക്ക് വരാം. ക്യാമറ 108MP ക്യാമറ. ഈ 108MP എന്നുള്ള സാധനം കേട്ട് നിങ്ങൾ ഈ ഫോൺ വാങ്ങിക്കേണ്ട. കാരണം ഈ 108MP സോഫ്റ്റ്വെയർ ആണ്. ജസ്റ്റ് ഇതിനകത്തുള്ള ക്യാമറ ഞാൻ ജസ്റ്റ് ഒരു ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം ലൈവായിട്ട്. ഇതാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോട്ടോ എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇതൊരു അബോവ് ആവറേജ് ക്യാമറ കിട്ടുന്നുണ്ടെന്ന് പറയാം. നല്ല രീതിയിൽ സൂമിംഗ് ഒക്കെ ആവുന്നുണ്ട്. നല്ല ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. ക്യാമറയ്ക്കകത്ത് നമുക്കിവിടെ നൈറ്റ് മോഡ്, വീഡിയോ നമുക്ക് ഇതുപോലെ ഫുൾ HDയിൽ 30 FPS മാക്സിമം ആണ് നമുക്ക് റെസൊല്യൂഷൻ വരുന്നത്. അതുപോലെ തന്നെ നൈറ്റ് മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, 108MB മോഡ്, 108 MP ഒരു ഫോട്ടോ എടുത്ത് നോക്കട്ടെ എത്ര സൈസ് ഉണ്ടെന്ന് നോക്കാമല്ലോ. ഓക്കെ, ഞാൻ ഇപ്പോൾ 108 MP ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. കാണാനൊക്കെ സെയിം തന്നെയാണ്, വേറെ വ്യത്യാസം നല്ല. സൈസ് ഓൾമോസ്റ്റ് ഒരു 20MB 18MBയോളം സൈസ് വരുന്നുണ്ട്. അപ്പോൾ നല്ല ലൈറ്റൊക്കെ ഉള്ള ഭാഗത്ത് എടുക്കുകയാണെങ്കിൽ നല്ല സൈസുള്ള ഫോട്ടോസ് എടുക്കാം. പിന്നെ മോർ സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ടൈം ലാപ്സ്, പ്രൊഫഷണൽ മോഡ്, പനോരമ മോഡ്, സ്ലോ മോഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫോൺ ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കുന്ന ഫോണൊന്നുമല്ല കേട്ടോ. നമ്മൾ ഈ 108MB എന്ന് പറയുന്നത് ഈ ഒരു ഫോൺ വിറ്റ് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ഇതൊരു 4G ഫോൺ ആയതുകൊണ്ട് ഇത് വിറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഈ പറയുന്ന 108MB എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് ഫോട്ടോ എടുത്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ കമ്പാരിറ്റീവ്ലി ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ക്യാമറ എനിക്ക് തോന്നുന്നുണ്ട്. സെൽഫിയും അത്യാവശ്യം കുഴപ്പമില്ല. നല്ല എന്താ പറയുക, കാണുമ്പോൾ നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഇനി എന്താ പറയുക, ലാസ്റ്റ് ബാറ്ററി 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോട് കിട്ടുന്നുണ്ട്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിലൊന്നും പെടുത്താൻ പറ്റില്ല, എന്നാൽ കൂടി പറയാണ് അത് കിട്ടുന്നുണ്ടല്ലോ, ചാർജർ തരുന്നുണ്ടെന്നുള്ളത് തന്നെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10,000 രൂപ താഴെ, 999. പിന്നെ ചില സമയങ്ങളിൽ 899 കിട്ടാറുണ്ട്. അപ്പോൾ ഒരു അണ്ടർ 10K പ്രൈസ് കഴിഞ്ഞതിനകത്ത് നമ്മൾ ഇപ്പോൾ കാര്യമായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഒന്നുള്ളത് മോട്ടോൻ്റെ ചില മോഡലുകളും പോക്കോയുടെ ചില ഫോൺ മാത്രമേ ഇപ്പോൾ ഉള്ളൂ നിലവിൽ. ഓഫ്ലൈനൊക്കെ പോകുകയാണെങ്കിൽ ഒന്നുമില്ല, വളരെ ഷോക്കാണ് 3GB റാമൊക്കെയുള്ള ഫോൺ കിട്ടുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 4GB റാമും 128GB സ്റ്റോറേജും ഒക്കെയുള്ള നല്ല എന്താ പറയുക സ്മൂത്ത് ആയിട്ടുള്ള നല്ല കുറച്ച് വലിയ സ്ക്രീനൊക്കെ ഉള്ള സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കാണാൻ നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള, പിന്നെ റിയൽമി ആയ കാരണം നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് അടിച്ചു പോകുന്നില്ല. മദർ ബോർഡ് കംപ്ലൈൻറ്റ്, അങ്ങനെ ബോർഡ് കംപ്ലൈൻറ്റ് ഒന്നും വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഫോൺ കുഴപ്പമില്ല എന്ന് പറയാം. എന്തായാലും സാധാരണ യൂസിങ്, ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനത്തെ യൂസിങ്ങും അതുപോലെയുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റികൾ സാധാരണ യൂസിങ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു അടിച്ചു പൊളിച്ച് 2-3 കൊല്ലം ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി ബഡ്ജറ്റ് കൂടി 10,000, 13,000, 14,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല 5G ഫോണിൽ കിട്ടും. അപ്പോൾ അത് എടുക്കുക. എന്തായാലും വില കുറഞ്ഞ 4G 5Gനേക്കാളും ഈ ഫോൺ എടുക്കുക നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ലോട്ട്.